നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് സാധാരണ വഴിത്തർക്കങ്ങൾ, വാഹനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, യാത്രക്കാർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. നമ്മളൊക്കെ ദൈനംദിന യാത്രകളിലൊക്കെ നമ്മളൊക്കെ ഇത് കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുമൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ കൊലപാതകം നടത്തണമെന്ന് പറഞ്ഞാൽ, അങ്ങേയറ്റത്തെ ക്രൂരമായി കൊലപാതകം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെയൊക്കെ സംരക്ഷിക്കേണ്ട, നമ്മുടെ രാജ്യത്തെ നമ്മുടെ വിമാനത്താവളങ്ങളെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ നിലമറന്നുള്ള നടപടി എന്തുകൊണ്ടുണ്ടായി എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അർഹിക്കുന്ന ശിക്ഷ, പരമാവധി ശിക്ഷ, ഈ രണ്ട് ഉദ്യോഗസ്ഥർ ഇനി മേലാൽ ഇനി ജീവിതത്തിൽ യൂണിഫോം ഇടാത്തവണ്ണം ശിക്ഷ ഉറപ്പാക്കേണ്ട ചുമതല ഈ നമുക്കുണ്ട്, നമ്മുടെ അധികാരികൾക്കുണ്ട്. ഇപ്പോൾ ടി.വൈ. ഏലിയാസ് കൗൺസിലറാണ് ഈ സ്ഥലത്തെ. ഒപ്പം ദൃക്സാക്ഷി, അവിടുത്തെ അയൽവാസി, ഈ മരിച്ച ഐവിൻ്റെ അയൽവാസി ജോസ് കെ.പി. കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി.വൈ. ഏലിയാസ്, അങ്ങ് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം 21 വയസ്സെന്ന് പറയുമ്പോൾ, 21, 21, 24 വയസ്സെന്ന് പറയുമ്പോൾ ചെറുപ്രായമാണ്. ആ ചെറുപ്രായത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്ന യുവാവ്, അപ്പോൾ അതിന് അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന, ഇതൊക്കെ വളരെ വലുതാണ്. എല്ലാവരും അതിനിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞത്? ഇന്നലെ രാത്രി ഒരു 10:20-നാണ് ഒരു സംഭവം നടന്നതായി അയൽവാസി വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ജനക്കൂട്ടമുണ്ട്. 2 പേര് ഒരു മാരുതി കാറിൻ്റെ മുൻവശത്ത് കമന്നടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് പോലീസിനെ അറിയിച്ചപ്പോഴേക്കും ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. അപ്പോൾ പോലീസ് വാഹനത്തിലോ മറ്റേതെങ്കിലും ആംബുലൻസ് അല്ലാത്ത മറ്റൊരു വാഹനത്തിലും ഇയാളെ ഐവൻ ജിജോയെ കൊണ്ടുപോകാൻ കഴിയുന്നൊരവസ്ഥയല്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗം ചതഞ്ഞ് അരഞ്ഞ് വല്ലാത്ത മോശം അവസ്ഥയിൽ, നമുക്ക് ആ ശരീരത്തിൽ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്, നമ്മൾ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചൊരു 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ഐവൻ ജിജോയെ അപ്പോൾ തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി LF ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരു 10 മിനിറ്റിന് ശേഷം ഈ പ്രതിയായിട്ടുള്ള CSF ഉദ്യോഗസ്ഥനെ പോലീസ് വാഹനത്തിൽ പോലീസും LF ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് നമ്മൾ ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോൾ ശരീരം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തുടിപ്പോ ശരീരത്തിന് തുടിപ്പോ മറ്റോ ഉണ്ടായിരുന്നു? താങ്കൾ പറഞ്ഞല്ലോ, വാഹനത്തിൽ പോലും കയറ്റാൻ കഴിയാത്തവണ്ണം അങ്ങേയറ്റം മാരകാവസ്ഥയിലായിരുന്നു പറയുമ്പോൾ ശരീരം ഇഞ്ചിഞ്ചായി മുറിഞ്ഞ അവസ്ഥയിലായിരുന്നു. മർദ്ദനമടക്കം ഒരുപക്ഷെ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെ തീർച്ചയായും മർദ്ദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഈ 1 കിലോമീറ്ററോളം വാഹനത്തിൽ കെട്ടിവലിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ 1 കിലോമീറ്ററോളം ശരീരം വലിച്ചിഴച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു തുടിപ്പ് പോലും ഇല്ലായിരുന്നു അല്ലേ ആ സമയത്ത്? അതെ, ജീവനില്ലാത്തൊരവസ്ഥ നമുക്ക് തോന്നിയത്. ഇപ്പോൾ ബോണറ്റിൽ കിടത്തി പോന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഐവിൻ ബോണറ്റിൽ നിന്ന് വീണിട്ട് ഒരു 50 മീറ്ററിൽ കൂടുതൽ ദൂരം റോട്ടിക്കടെ ഈ വാഹനം ഓടിച്ച് ഐവനെ ഉരുട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഐവൻ ഇട്ട ഷർട്ടിൻ്റെ വശങ്ങൾ ആ റോട്ടിലാകെ ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. ബ്ലഡ് ഒരു 50 മീറ്റർ കൂടുതൽ ദൂരം കാറിൻ്റെ പാട് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ബോണറ്റിൽ നിന്നും നിലത്ത് വീണിട്ട് വീണ്ടും ഐവിനെ വാഹനം ഓടിച്ച് കൊണ്ടുപോയതായിട്ട്, അങ്ങനെയാണ് ഒരു വശം മൊത്തം ചതഞ്ഞ് അരഞ്ഞ് വല്ലാത്തൊരവസ്ഥ. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയിലാണ് ഐവിൻ്റെ ശരീരം ഉണ്ടായിരുന്നത്. ഒട്ടും അനക്കുണ്ടായിരുന്നില്ല. LF ചെന്ന് അപ്പം തന്നെ നമ്മൾ സ്ട്രെച്ചറിൽ നിന്ന് ഇറക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലം കിടക്കുന്നു. സ്ട്രെച്ചറിൽ ബ്ലഡ് കട്ട കുത്തി അവസ്ഥ. ഹോസ്പിറ്റലിൽ കയറ്റി ഒരു 10 മിനിറ്റിന് ശേഷം ഡോക്ടർ എന്ന് പറഞ്ഞു രക്ഷയില്ല, വളരെ പ്രയാസമാണ് എന്നൊരു അവസരം വന്നു. അതാണ് അവസ്ഥ. ഈ സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഈ സംഭവം നടന്നിടത്ത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാമോ? അടുത്ത വീടുകളുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരാനുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ ഒരു പ്രദേശം എങ്ങനെയായിരുന്നു? ഇവിടെ ഇത് എയർപോർട്ട് തൊട്ടടുത്ത പ്രദേശമാണ്. ഇവിടുന്ന് 500 മീറ്ററാണ് എയർപോർട്ടിലേക്ക് ഉള്ളൂ. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 300-400 മീറ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളൂ. തൊട്ടടുത്ത് എയർപോർട്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണത്. ഇവിടെ നിരവധി ആളുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എയർപോർട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, തിരിച്ചു വരുന്ന ആളുകൾ, ലേഡീസ്, പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ യാത്ര ചെയ്യുന്ന, നടന്നു പോകുന്ന, വാഹനത്തിൽ പോകുന്ന ഒരു പ്രദേശമാണത്. ഇവിടെ നിരവധി ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി ഹോസ്റ്റലുകളുണ്ട്. ഏത് പ്രദേശത്തുള്ള ആളായാലും ഈ നാട്ടിലെ ആളുകൾ വളരെ നന്നായി എല്ലാവരോടും പെരുമാറുകയും ആർക്കും ഒരു പ്രയാസമില്ലാത്തത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നിരവധി വീടുകളിൽ CSF വാടകയ്ക്ക് താമസിക്കുന്നത് അവരൊന്നും അങ്ങനെ പ്രശ്നക്കാരല്ല. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊരു പ്രശ്നക്കാരുടെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ
നിസ്സാരമായ ഒരു കുറ്റത്തിനാണ് ഈ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ അരുംകൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നാട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കുന്ന ആളുകളല്ല. യാതൊരു പ്രശ്നവുമില്ലാതെ പ്രകോപനവും ഇല്ലാതെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് നായത്തോട് സൗത്ത് ജംഗ്ഷനിൽ, എയർപോർട്ട് അടുത്തുള്ള നായത്തോട് സൗത്ത് ജംഗ്ഷനിൽ നായത്തോട് ജനതയുടെ ഒരു പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ട് ബഹുമാന്യ MLA-യും നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധം വൈകുന്നേരം 5:00 മണിക്ക് സംഘടിപ്പിക്കാനും MLA-യും ചെയർമാനും മറ്റ് CPM-ന്റെ നേതാക്കന്മാരും BJP-യുടെ നേതാക്കന്മാരും എല്ലാവരും കൂടി തീരുമാനിച്ചേക്കാണ്. അതിന് കൗൺസിലർമാർ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടി ഇന്ന് വൈകുന്നേരം സംഘടിപ്പിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇതൊരു പാഠമായില്ലെങ്കിൽ ഇവിടെ എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ഉൾപ്പെടെ ഇതേപോലെ വാഹനത്തിൽ പോകുമ്പോൾ ഇവർ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, കേന്ദ്ര സേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഇവരുടെ കയ്യിൽ എപ്പോഴും തൂക്കുണ്ടാവും. ഇനിയിപ്പോൾ ഇവർക്ക് ചില സമയത്ത് ഇവരുടെ മാനസികാവസ്ഥ വേറെ രീതിയിലാണെങ്കിൽ ആളെ വെടിവെച്ച് കൊല്ലൂല എന്ന് നമുക്ക് ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജാഗ്രത ആക്കാൻ വേണ്ടി ഈ നാടിൻ്റെ ഒരു പ്രതിഷേധം ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് നടത്തുവാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്തേക്കാണ്. തീർച്ചയായും ശ്രീ ഏലിയാസ്, മനുഷ്യന്റെ മനസ്സ് ഇത്രത്തോളം എന്തുകൊണ്ടാണ് മരവിപ്പിക്കുന്നത് എന്നാണ്, മരവിച്ചു പോകുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം. കാരണം ഇന്നലെ തന്നെ നോക്കും, ഇന്നലത്തെ ഒരു സംഭവം തന്നെ നമുക്കറിയാം. ഒരു യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ഒന്ന് പറഞ്ഞ് 2-ന് തല്ലുന്ന ഒരവസ്ഥയാണ്, തല്ലിച്ചതക്കിയാണ്. അതായത് ഒന്ന് പറഞ്ഞാൽ 2-ന് തല്ല്, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തുക, തോക്കുണ്ടെങ്കിൽ കൈവശമുണ്ടെങ്കിൽ അതെടുത്ത് വെടിവെക്കുക, വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ ആ വാഹനം കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുക. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എന്തത്തോളം ഇങ്ങനെ മരവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാലും കഴിയില്ല. കാരണം ഓരോരോ സംഭവങ്ങൾ എത്രയോ നാളുകളായി നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് ഇത്തരം കുറ്റകൃത്യ വാർത്തകൾ കേട്ടുകൊണ്ടും ഉറങ്ങുന്നത് ഇത്തരം കുറ്റകൃത്യ വാർത്തകൾ ഒക്കെ തന്നെ കേട്ടുകൊണ്ട് തന്നെയാണ്. എന്നിട്ടും നമുക്കെന്തുകൊണ്ട് മനസാക്ഷി ഇങ്ങനെ മരവിച്ചു പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ജോസ് KP അയൽവാസി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസ് KP, ഒരു യുവാവിനെ സംബന്ധിച്ചോളം ആ യുവത്വത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്, 21 വയസ്സ് കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അറ്റുപോയിരിക്കുകയാണ്. അതും ഒരു നേരത്തെയുള്ള വൈരാഗ്യത്തിൻ്റെ പൂർവ്വവൈരാഗ്യത്തിൻ്റെ ഒന്നുമല്ല. ഒരു നിമിഷ നേരം ഉണ്ടാകുന്ന, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരമാണെങ്കിൽ നിമിഷം നേരം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് ഒരു മനുഷ്യനെ അങ്ങ് ഇല്ലാതാക്കുന്നു, അങ്ങ് തല്ലിക്കെടുത്തുക എന്ന് പറയുമ്പോൾ ജോസ് KPക്ക് ഈ കുടുംബത്തെ അറിയാവുന്ന ആളല്ലേ, ഈ പയ്യനെ അറിയാവുന്ന ആളല്ലേ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്, അറിഞ്ഞ കാര്യങ്ങൾ കൂടി? ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഐവിൻ എൻ്റെ അയൽവക്കത്തുകാരനാണ്, എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതേ LF ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ കടത്തുരുത്തിക്കാരാണ്. 25-30 വർഷമായി ഇവിടെ വന്ന് താമസിക്കുന്നു. വളരെ ശാന്തനായ, വളരെ ഈ നാട്ടിൽ ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനില്ലാത്ത ഒരു കുടുംബമാണ് അവരുടേത്. 9:30 മണിയോടുകൂടി ഐവിൻ ഈ വീട്ടിൽ നിന്ന് അവൻ്റെ ഓൾട്ടോ കാറുമായി കാസിനോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു ഹോട്ടൽ ഫ്ലൈറ്റ് കിച്ചൺ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നു. അവനവിടെ പോകുന്നു. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ CSFലെ ഉദ്യോഗസ്ഥരുമായി ഒരു തർക്കമുണ്ടായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മദ്യലഹരിയിലായിരുന്നു അവരെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാറ് ഇടിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ഈ വിവരം എന്നെ അറിയിക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്, എൻ്റെ പരിചയക്കാരനാണ്. ഞങ്ങൾ ഇവിടുന്ന് ജിജോനെയും അവൻ്റെ അച്ഛനെയും അവൻ്റെ ബന്ധുവിനെയും കൂടി LF ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ വെച്ചാണ് മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നത്. നമുക്ക് ഇങ്ങനൊരു ആ കുടുംബത്തിന് ഈ ദുർവിധി ഉണ്ടായത് വളരെ വേദനാജനകമാണ്. നമ്മുടെ രാജ്യത്തിന് സംരക്ഷണം നൽകേണ്ട CSF എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പോലീസാണ്, സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഈ രാജ്യം സൈനികരെ ഓർത്ത് അഭിമാനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അർദ്ധസൈനിക വിഭാഗത്തിൽ ഇത്തരം ക്രിമിനൽസ് ഉണ്ട് എന്നറിയുന്നത് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവരെ എത്രയും വേഗം നേരത്തെ പറഞ്ഞ പോലെ നടപടിയെടുത്ത് ഒരിക്കലും സർവീസിൽ പ്രവേശിക്കാത്ത രീതിയിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവരെ പോലെയുള്ളവരെല്ലാം ഈ തോക്കും പിടിച്ചു നിൽക്കുന്നവരാണ്. ലോഡഡ് റൈഫിൾ ഇവരുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിൻ്റെ ഭാഗമായി ഇവർ എന്ത് ചെയ്യുന്നു? ഈ ഐവിൻ എന്ന് പറയുന്ന പയ്യൻ ഇന്നേ വരെ ഈ നാട്ടിൽ ഒരാളോട് എതിർത്തൊരക്ഷരം പറയാത്ത ആളാണ്. ഇവൻ്റെ അച്ഛൻ അങ്ങനെ എതിർത്ത അക്ഷരം പറയാത്ത ഒരാളാണ്. യാതൊരുവിധ നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാളാണ്. അവനും അവൻ്റെ അമ്മ നേഴ്സാണ്. ഒരു പെങ്ങളുകുട്ടി, അവൾ ബാംഗ്ലൂർ ഒരു കോളേജിൽ പഠിച്ച് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു.
വളരെ ശാന്തമായി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. സത്യത്തിൽ വേദന തോന്നുകയാണ്. നമ്മളെങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്, നമ്മുടെ കുഞ്ഞുമക്കളെ വീടിൻ്റെ പുറത്തേക്ക് വിട്ടിട്ട് ജോലിക്ക് പോയതാ. യാതൊരു പ്രയറായി ഒരു കോൺസ്പിറസി ഇല്ല. തീർച്ചയായും ജോസ് കെ പി, ഞാൻ അങ്ങയിലേക്ക് വരാം. അതാണ് നമ്മൾക്ക് വേദനിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല, എന്ത് ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർക്ക് നിയമ നടപടിയുണ്ട്. ഇതൊന്നുമല്ല, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വഴിത്തർക്കമാണ്, കേവലം ഒരു തർക്കം. പോകുന്ന വഴിക്ക് തർക്കമുണ്ടാകാത്ത ഇടങ്ങൾ എങ്ങുമില്ലെന്നാണ് ഞാൻ തോന്നിയത്. ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു നഗരത്തിൽ വാഹനങ്ങൾ തമ്മിൽ അങ്ങോട്ട് പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈഗോ ഉണ്ടാകുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ഹോൺ അടിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളാണ്. ഒരു നോട്ടം കൊണ്ടെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ പരസ്പരം ഈ പറയുന്ന ദേഷ്യങ്ങളൊക്കെ അല്ലെങ്കിൽ കണ്ണുകളിലൂടെയൊക്കെ പ്രകടിപ്പിക്കാം. പക്ഷെ ഇതിങ്ങനെ എടുത്തിറങ്ങി അതിക്രൂരമായി മർദ്ദിച്ചു. CSF ജവാന്റെയൊക്കെ കായബലം, കൈകളിലെ ബലമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 21 വയസ്സുകാരനെ അത്രത്തോളം ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലുന്നു. തല്ലിയതിന് ശേഷം അത് മതി വരാതെ ബോണറ്റ് കൊണ്ട് കാറുകൊണ്ട് ഇടിച്ചിത്രയും 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ സഞ്ചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിൻ്റെ ആ ഒരു ചിന്തകൾ ഒരു തരത്തിൽ പോലും ഹൃദയമില്ലാത്തവന്മാർ ആയി മാറുന്നല്ലോ എന്നാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമന്മാരും ഇനി ഒരിക്കലും ഈ സർവീസ്, ഈ സേനയുടെ ഭാഗമാകാൻ പാടില്ല. തോക്കേന്തി നമ്മെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ മനോനില എപ്പോൾ മാറുന്നു എന്ന് നമുക്ക് പ്രവചിക്കാൻ കൂടി കഴിയില്ല. ഇപ്പോൾ നമ്മോടൊപ്പം പ്രദീപ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. അവിടുത്തെ നെടുമ്പാശ്ശേരിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം പങ്കുവയ്ക്കും അദ്ദേഹത്തിൻ്റെ അറിവുകൾ. പ്രദീപ് ജോസഫ് നാടൊന്നാകെ മരവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേർ കൗൺസിലർമാർ നമ്മോടൊപ്പം പങ്കുചേരുന്നു. അവരൊക്കെ വലിയ ആശങ്കയാണ് ആ നാട് മുഴുവൻ പങ്കുവയ്ക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് നമ്മോട്? അദ്ദേഹം ഇതിനു മുൻപ് സംസാരിച്ചയാൾ പങ്കുവച്ചതിൻ്റെ ബാക്കി നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ പൂരിപ്പിക്കും എന്ന് തന്നെ കരുതുന്നു. കാരണം ആ CSFകാരെ കുറിച്ച് പല പരാതികളും പഞ്ചായത്തിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും എന്തെല്ലാം പരാതികളാണ് നെടുമ്പാശ്ശേരിയിലെ CSFനെ കുറിച്ച് താങ്കളുടെ മുൻപാകെ വന്നിട്ടുള്ളത്? നിലവിൽ കുറച്ച് പേര് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള സിസ്റ്റം അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഹരിത കർമ്മസേനയുടെ കാർഡ് എടുക്കാൻ തയ്യാറല്ല കുറച്ച് പേര്. പിന്നെ വാർഡ് മെമ്പർമാർ പറഞ്ഞവർ കേൾക്കില്ല. വേസ്റ്റ് പ്രധാനമായും പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റ് കത്തിക്കുന്ന പല CSFകാരെയും നമ്മൾ നേരിട്ട് ഇവിടെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. പിന്നെ വേസ്റ്റ് വലിച്ചെറിയുന്ന സ്ഥിതി, ഇവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 2 വീലറിന് പോകുമ്പോൾ വേസ്റ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് വേസ്റ്റ് വലിച്ചെറിയും. പലവട്ടം ഇപ്പോൾ നമ്മൾ പിടിച്ച് അവരെ പിഴയടക്കം നമ്മൾ അടപ്പിച്ചിട്ടുണ്ട്. 2 വട്ടം CSFൻ്റെ കമാൻഡർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. CSFൻ്റെ കമാൻഡറോട് വിളിച്ച് സംസാരിച്ചു. ഇപ്പോഴും അത് നിർബാധം തുടരുകയാണ്. കുറച്ച് പേരാണ് അതിന് ഉള്ളത്. എല്ലാവരും നമുക്ക് പറയാൻ കഴിയില്ല, കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട, നമ്മുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട, നമ്മളെ സംരക്ഷിക്കേണ്ട CSF പോലെയുള്ള സേന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അച്ചടക്കമില്ലായ്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എയർപോർട്ടിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ദാരുണമായ സംഭവം, അങ്കമാലി നായത്തോട് റോട്ടിൽ ഒരു യുവാവിനെ ദാരുണമായി അന്ത്യത്തിലേക്ക് കലാശിച്ചു. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആണത് ചെയ്തിട്ടുള്ളത്. ഇതൊരു അപമാനകരമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം. ഇവർ മദ്യം കഴിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് നിത്യസംഭവമാണ്. ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് എൻ്റെ വണ്ടിയുമ്പോൾ തന്നെ ഇവർ വന്ന് മദ്യം കഴിച്ച് വണ്ടി ഇടിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ പല പരാതികളും ഇവരെ കുറിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ പുറത്തിരുന്ന് മദ്യപിക്കുക, പിന്നെ റോഡുകൾ കൈവശപ്പെടുത്തി ഷട്ടിൽ കളിക്കുക. ഇതൊന്നും നാട്ടുകാർ പറഞ്ഞവർ കേൾക്കില്ല, പല ആൾക്കാരും കേൾക്കില്ല. പല ഉദ്യോഗസ്ഥരും നമ്മളുടെ നാട്ടുകാരല്ല, മറുനാട്ടുകാരാണ് കൂടുതൽ. അതെ, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല, എല്ലാവരും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏത് പ്രദേശത്താണോ വരുന്നത് ആ പ്രദേശത്ത് ലോക്കൽ ബോഡികൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ലോക്കൽ ബോഡികളുടെ നിയമങ്ങളും ചട്ടങ്ങളും ഗവൺമെൻറ് ചട്ടങ്ങളും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറാവണം. അതാണല്ലോ നമ്മുടെ രാജ്യം, കേരളം അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ അംഗീകരിക്കാൻ കുറേ ആളുകൾ തയ്യാറല്ല. അവർക്കെന്തോ പ്രത്യേക അധികാരമുള്ള പോലെയാണ് അവരുടെ പെരുമാറ്റം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ CSFൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വീണ്ടും കത്ത് നൽകുമോ? തീർച്ചയായിട്ടും കത്ത് നൽകും. ഈ സാഹചര്യം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു CSF ഉദ്യോഗസ്ഥൻ ഇവിടെ മാലിന്യം വിളിച്ചറിഞ്ഞിട്ട് ഇവിടെ 10,000 രൂപ പിഴ അടപ്പിച്ചത്. ഞങ്ങൾ 2 വട്ടം കമാൻഡറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കമാൻഡറെ ഇവിടെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സിയാലിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് തുടരുകയാണ്. നമുക്കത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം
CSF ആലോചിക്കേണ്ടതാണ്. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒന്നല്ലെങ്കിൽ പഞ്ചായത്തുമായി സഹകരിച്ച് ചെയ്യാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവരുടേതായ സംവിധാനത്തിനകത്ത് മാലിന്യം സംസ്കരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇത് രണ്ടും അവർക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ അവർ ആലോചിക്കുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. മാലിന്യമുക്ത കേരളം നവകേരളം എന്ന സർക്കാർ ക്യാമ്പയിൻ കേരളത്തിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തൊക്കെ ഏതാണ്ട് നല്ല സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് ഞങ്ങളടക്കം. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ജനകീയ ക്യാമ്പയിൻ എത്ര വട്ടം നടത്തി. വലിയ തോതിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളാണ് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചെറിയ ടൗണുകളെല്ലാം ഹരിത ടൗണുകളായി സൗന്ദര്യ. പ്രസിഡന്റ്, ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഇവർക്കെതിരെ പരാതി നൽകിയ ഒരാളാണ് ചലച്ചിത്ര പ്രവർത്തകനും പ്രദേശവാസിയുമായ മനോജ് കെ വർഗീസ്. താങ്കളുടെ പരാതി എന്തായിരുന്നു? അല്ല, പരാതി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പരാതിയല്ല. കാരണം ഇവർ സ്വയം വിളിക്കുന്നത് ഫൗജി എന്നാണ്. ഇവർ മലയാളിയാണെങ്കിലും മറ്റ് സംസ്ഥാനക്കാരായാലും ഇവർ ആദ്യം സംസാരിക്കുമ്പോൾ ഹിന്ദിയിലേ സംസാരിക്കുള്ളൂ. മലയാളികളോട് പോലും മലയാളത്തിൽ സംസാരിക്കില്ല. അപ്പോൾ ഒരു അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫൗജിയുടെ ബേസാണ് അച്ചടക്കം. ഈ അച്ചടക്കം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും, ഒരു സംഭവം ഉണ്ടാവും, അവിടെ ആരുടെ ഭാഗത്ത് തെറ്റോ ശരിയെന്നുള്ളതല്ല, ആ ആൾക്ക് പ്രാഥമികമായ പരിഗണന കൊടുത്ത് ആ ആളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമാണ്. താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ്? എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഉദ്യോഗസ്ഥൻ റൈറ്റ് സൈഡിലൂടെ വന്ന് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്ന ഒരു പയ്യന് ബൈക്ക് ആക്സിഡൻറ്റ് ഒരു വണ്ടി ഇടിക്കുകയുണ്ടായത്. ഇടിച്ച് ഞാൻ തൊട്ട് പുറകെ ഉണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു എന്താ സംഭവിച്ചത്, ആരുടെ ഭാഗത്തെ തെറ്റെന്നുള്ളത് പിന്നീട് ആലോചിക്കാം, ഈ ആളെ നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോകാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഹിന്ദിയിലാണ് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫൗജിയാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തപ്പോൾ എനിക്ക് ചിലപ്പം ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലീസ് വന്നിട്ട് ഇവിടുത്തെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞു, അപ്പോഴാണ് മലയാളത്തിൽ പറയുന്നത്, നിനക്ക് പോലീസിനെ വിളിക്കാൻ അറിയാമെങ്കിൽ, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, എനിക്ക് പിണറായിയുടെ സെക്രട്ടറിയെ വിളിക്കാൻ അറിയാം. നാട്ടുകാർ കൂടി എന്നാൽ ആ സെക്രട്ടറി വന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് SP വിളിച്ച് ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറയുകയും നെടുമ്പാശ്ശേരി പോലീസ് വരികയും CSF ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ വരികയും CSF ഉദ്യോഗസ്ഥർ മേൽനോട്ടം എടുത്തുകൊണ്ട് ഈ ആളെ ആശുപത്രി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ ആളെ ആശുപത്രി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ, നമ്മുടെയൊക്കെ ബ്ലഡിലുള്ള സാധനമാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സഹായിക്കുക, മനുഷ്യത്വം കാണിക്കുക എന്നുള്ളത്. ഈ മനുഷ്യത്വം കാണിക്കാൻ പറ്റാതെ ഈ സമൂഹത്തിൽ, ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്നു മുമ്പ്, ഞങ്ങളൊന്നും പറഞ്ഞാൽ ഇവരാരും കേൾക്കില്ല. ഇപ്പം ഞാൻ സത്യം പറയും, ഇപ്പോഴത്തെ പുതിയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളെ നമ്മുടെ പ്രദേശത്തുള്ള വാടക വീടുകളിൽ താമസിക്കുന്നതെന്ന് ഒഴിവാക്കുക. ഇനി അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു 60-70% വീടുകളിലും ഇവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ല, സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിൽ സ്പേസ് ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഒരു അച്ചടക്കമുണ്ടാവും. അത് മാത്രമേ പറ്റുള്ളൂ. ഇത്തരമൊരു പരാതിയാണ് പ്രദേശവാസിയായ മനോജ് കെ വർഗീസ് ഉന്നയിക്കുന്നത്. അങ്ങ് കേട്ടല്ലോ ഇത്തരം പരാതികളെല്ലാം. ഈ പരാതികളിൽ കൂടുതൽ ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? പഞ്ചായത്ത് തീർച്ചയായിട്ടും നടത്തും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CRന് കത്ത് നൽകും, കൂടാതെ CSFനും നമ്മൾ കത്ത് നൽകും. ഇതെല്ലാം ഗവൺമെൻറ് സംവിധാനങ്ങളാണല്ലോ, പഞ്ചായത്തും ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാം നിയമപരമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള ഇടപെടൽ നടത്തും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലും നമ്മൾ ഒരു തെറ്റായ കാര്യത്തിന് പഞ്ചായത്തോ ഗവൺമെൻറ്റോ സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. തെറ്റായി എന്തെങ്കിലും സംവിധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് സ്വീകരിക്കേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കും, ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടി ഗവൺമെൻറ്റിനെ നമ്മൾ സമീപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ P. രാജീവിനും അതുപോലെ തന്നെ CRൻ്റെ MDക്കും അതുപോലെ CSFൻ്റെ കമാൻഡർക്കും ഇന്ന് തന്നെ കത്തയക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അത് മതിയോ? ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം CSF നൽകേണ്ടതല്ലേ? തീർച്ചയായും നൽകേണ്ടതാണ്, CSF നൽകേണ്ടതാണ്. ഒപ്പം തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമുണ്ടല്ലോ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം. ഇത് പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രിയെല്ലാം അറിയിക്കണം. ഈ കാര്യങ്ങളിൽ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും CRനും ഇടപെടണം. ആ കുടുംബത്തെ സഹായിക്കാൻ സമീപനം സ്വീകരിക്കാൻ കഴിയണം. 24 വയസ്സുള്ള ചെറുപ്പക്കാരന്, ആ ചെറുപ്പക്കാരനാണ് ദാരുണമായി അന്ത്യം സംഭവിച്ചിട്ടുള്ളത്.
ഒരു കാര്യമുള്ളത്, നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ 2 റോഡുകൾ, ഒന്ന് നായത്തോട് നിന്ന് വരുന്ന റോഡുകളും നെടുമ്പാശ്ശേരി നിന്ന് റോഡുകളും വണ്ടിയുടെ ആധിക്യം കൊണ്ട് ഭയങ്കര കഞ്ചഷനാണ്, പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പോലീസ് അധികാരികളും ഇതിനകത്ത് ആവശ്യമായ സമീപനം സ്വീകരിക്കേണ്ടതാണ്. ശരി, പ്രദീപ് ജോസഫ്, പ്രദീപ് എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതികരണങ്ങളാണ് അവിടെ നിന്നും അവിടുത്തെ ഈ പ്രദേശവാസികൾ, നെടുമ്പാശ്ശേരി എന്ന പ്രദേശത്തെ ആളുകളാണ് അവിടെ നിന്നും പറയുന്നത്. അവിടുത്തെ പ്രതികരണമാണ് എന്തായാലും എടുത്ത് 2 പേരുടെ പ്രതികരണമാണ് എടുത്തത്. ഇതിൽ പറയുന്നത് പോലെ തന്നെ CSFനെ സംബന്ധിച്ചോളം CSF എന്ന സേനാ വിഭാഗം ഉടനടി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഈ 2 ക്രൂരന്മാർക്കെതിരെ നടപടിയെടുത്തു, അവരെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല, വളരെ ഗൗരവമായി ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ തന്നെ വളരെ സുശക്തമായ സംവിധാനങ്ങളാണ് ഇത്തരം സേനാ വിഭാഗങ്ങളുടെ. അത് IB ആയാലും, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ഒരു IB ഉദ്യോഗസ്ഥന് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുറ്റവാളിയാകുമ്പോൾ ഉടനടി നടപടിയെടുക്കുന്നു, അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ CSFും ഈ വിഷയത്തിൽ വിജിലൻ്റായി തന്നെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് CSFിൻ്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ 21 വയസ്സുകാരനെ അരുങ്കൊല ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതികരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീ ജോസ് KP, അയൽവാസിയാണ് താങ്കൾ. അവിടെ കുടുംബത്തിന്റെ പശ്ചാത്തലം പറഞ്ഞുവല്ലോ. അച്ഛൻ അവിടെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. അതേ ആശുപത്രിയിലേക്കാണോ ഈ കുഞ്ഞിനെ 21 വയസ്സുകാരനെ കൊണ്ടുപോയതെന്ന് അറിയില്ല. എങ്കിലും ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, എത്രത്തോളം? കാരണം ആ സഹോദരനെ കാത്തിരിക്കുന്ന സഹോദരി, ആ അമ്മയുടെ പ്രതികരണം പോലും, അമ്മ മകനെ കാത്തിരിക്കുന്നു, അല്ലെ മകനെ കാണാൻ വേണ്ടിയുള്ള നിമിഷങ്ങളിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു അവർ കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അത് എത്രത്തോളം ആ കുടുംബത്തിനെ ഉലച്ചിട്ടുണ്ട് ശ്രീ ജോസ്? അതേ ആസ്പത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. ജിജോ ജോലി ചെയ്യുന്നത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ടാണ്. അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഏരിയാസ് ഏട്ടൻ പറഞ്ഞ ആംബുലൻസിൽ ഈ ബോഡി ഇവിടേക്ക് കൊണ്ടുവന്നത്. അതേ ആസ്പത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചു. ഞാൻ ജിജോൻ്റെ സഹോദരി ഭർത്താവും കൂടിയാണ് അവിടെ ചെല്ലുന്നത്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യം. അതിനുശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഐവിൻ്റെ അമ്മച്ചിയെ, പാലം മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന അമ്മച്ചിയെ ഇവിടെ കൊണ്ടുവരുന്നത്, കാറിൽ കൊണ്ടുവരുന്നത്. അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിനുശേഷം പെട്ടെന്ന് തന്നെ, അപ്പോൾ തന്നെ ഈ പോലീസ് വണ്ടിയിൽ ആ ഒരു CSF ജവാനെ അവിടെ കൊണ്ടുവന്നിരുന്നു. അയാൾക്ക് മുഖത്ത് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പോലീസ് വളരെ അലർട്ടായി സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അങ്കമാലി MLA, ഈ ഡിസീസിൻ്റെ ഈ ഐവിൻ്റെ വീടിരിക്കുന്ന അങ്കമാലി നിയോജകമണ്ഡലത്തിൽ, റോജി എം ജോണിൻ്റെ നിയോജകമണ്ഡലത്തിലും സംഭവം നടക്കുന്നത് അവിടെ മറ്റേ നെടുമ്പാശ്ശേരി ഭാഗത്തുമാണ്. അപ്പോൾ ഈ റോജി എം ജോൺ MLAയും മറ്റ് ആളുകളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായി ബന്ധപ്പെടുകയും പെട്ടെന്ന് തന്നെ പോലീസ് അലർട്ടായി ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെയധികം ഒരു നേരത്തെ അവിടുത്തെ കൗൺസിലർ നമ്മോട് വിവരിച്ചത്, കാരണം TY ഏലിയാസ് പറഞ്ഞത് അവിടെ അദ്ദേഹം വന്ന് ഈ മൃതദേഹം എടുക്കുമ്പോഴേക്കുമുള്ള അവസ്ഥയാണ് പറഞ്ഞത്. അങ്ങേയറ്റം ഛന്ന ഭിന്നമായി ശരീരം മാറിയത്. അപ്പോൾ എത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് ഇവർ ആക്രമണം നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ മനസ്സെന്താണ്? ഒരു നിമിഷത്തിൽ കാണുന്ന ആളെ മുൻവൈരാഗ്യമില്ല, അവരുടെ കുടുംബപരമായി എന്തെങ്കിലും ശത്രുതയില്ല, സാമ്പത്തികമായി മറ്റ് ഇടപാടുകൾ ഒന്നുമില്ല, മറ്റേതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കാണുന്ന ഒരു വ്യക്തിയോട് ഇത്രത്തോളം വൈരാഗ്യം വരാൻ, അപ്പോൾ മറ്റ് ഈ എന്തൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ സ്പോട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഐവിൻ പകർത്താൻ ശ്രമിക്കുന്നു. സ്വാഭാവികമാണത്. അപ്പോൾ അപ്പോൾ ഒരു വൈരാഗ്യവുമില്ല, അത് ഇത്രമേൽ ക്രൂരകൃത്യം ചെയ്യാൻ നമ്മളെയൊക്കെ അത്ഭുതം തോന്നുകയാണല്ലേ? അങ്ങേക്കും അത് തോന്നുന്നില്ലേ? ഐവിൻ്റെ ഫോണിൽ നിന്ന് 9:50 അവൻ്റെ കമ്പനിയിലേക്ക് വിളിച്ചിരുന്നു. ഞാനിങ്ങനെ റോഡിലൊരു പ്രോബ്ലം ഉണ്ട്, കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞ്. അതിനുശേഷം ഈ തർക്കം അവൻ ഷൂട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. അതിലവർ പ്രകോപിതരായിരുന്നു, അവർ ആൽക്കഹോളിക് ആയിരുന്നു. വളരെ ലാർജ് എമൗണ്ട് ഓഫ് ലിക്കർ അവർ കഴിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഇവരെ പോലെയുള്ളവർ, ഈ നമ്മൾക്ക് സംരക്ഷണം നൽകേണ്ട ഇവരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈനിക പരിശീലനം ലഭിച്ചവരാണ് CSFകാരും. ഈ CSFകാരാണ് നമ്മുടെ രാജ്യത്ത് ഒരു പാരാമിലിറ്ററി, ഒരു അർദ്ധസൈനിക സംവിധാനമായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാവുന്ന മനഃപൂർവ്വം ഒരു പ്രീവിയസ് ക്രിമിനൽ കോൺസ്പിറസി ഇല്ല. അവർ ഈ
ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലം അതിൻ്റെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥാപനം, ഇവർ എയർപോർട്ടിലിരിക്കുന്ന സ്ഥാപനം. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള CSF അവിടുത്തെ പോലീസിന് വരെ തലവേദനയാണ്. പോലീസ് കാരണം ഇവർ ഈ അധികാരത്തിൻ്റെ ഹുങ്ക്, അർദ്ധസൈനിക സംവിധാനത്തിൻ്റെ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ടല്ലോ, ആ പ്രിവിലേജസ് ഒക്കെ ഉപയോഗിച്ച് സാധാരണ നമ്മുടെ ലോക്കൽ ബോഡിയോട് ചെയ്യേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട് ഒരു പഞ്ചായത്തിൽ താമസിക്കുമ്പോൾ. ആ മര്യാദകളൊന്നും പാലിക്കാതെയാണ് ഇവർ അവിടെ ജീവിക്കുന്നത്, ഭൂരിഭാഗം ആളുകളും. എല്ലാവർക്കും സമാധാനം ഉറപ്പാക്കണം. ശ്രീ ജോസ് KP, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഏലിയാസ്, ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിയമത്തില് ഡൈല്യൂഷനോ അല്ലെങ്കിൽ പിഴവുകളോ ഉണ്ടാകാതെ നിയമം സംവിധാനങ്ങൾ ശക്തമായി ഉണരണം. നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പറഞ്ഞ സ്ഥലത്ത് നെടുമ്പാശ്ശേരിക്കാർക്കുണ്ടാകുന്ന പരാതികൾ ഒക്കെയും പരിഹരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചില സംശയങ്ങൾ ഈ വാഹനം സ്റ്റേഷനിൽ കൊണ്ടിട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ? കർശന നടപടി ഉറപ്പാക്കുക എന്നതാണ് ജനപ്രതിനിധികളടക്കമുള്ള നിങ്ങളുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തം. ആ രീതിക്കുള്ള നിയമപരമായിട്ടുള്ള മറ്റിടപെടലുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഏലിയാസ്. പോലീസ് വളരെ നന്നായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ ഐവിൻ ജിജോയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവിടെ എത്തിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ CSF ഉദ്യോഗസ്ഥനോട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു 15ഓളം വരുന്ന CSF ഉദ്യോഗസ്ഥന്മാർ യൂണിഫോമിൽ അവിടെ LF ഹോസ്പിറ്റൽ വരെയാണ്. അതായത് CSFകാരനെ ആരോ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് അവർ വന്നത്. അവർ കൈകാര്യം ചെയ്യണമെന്ന ധാരണയിൽ തന്നെയാണ് ഇന്നലെ അവിടെ LF ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു 10-15ഓളം CSFകാർ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു മുഖഭാവത്തോടു കൂടിയാണ് വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് ഇവിടുത്തെ CSFലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഇവിടെ തൊട്ടടുത്ത് DYFI കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട് AKG ഗ്രൗണ്ടിൽ. അവിടെ കഴിഞ്ഞ ടൂർണമെന്റ് നടന്ന സമയത്ത് ഒരു വീടിന്റെ ഫ്രണ്ടിൽ വാഹനം വെച്ചു എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്ന CSF ഉദ്യോഗസ്ഥൻ തോക്കെടുത്ത് പുറത്തേക്ക് വന്നു. തോക്കെടുത്ത് വെടിവെക്കും എന്ന രീതിയിലേക്ക് പുറത്തേക്ക് വന്നു. ഇതാണ് ഈ CSFലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. എന്തായാലും നാടിനെ നടക്കുന്ന സംഭവമാണ്. ശ്രീ ജോസും പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നിയമ നടപടികൾ വേണം. അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്തായാലും CSFന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലും നമുക്ക് നീതിരഹിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ശക്തമായ നിയമ നടപടി ഈ നെടുമ്പാശ്ശേരി സംഭവത്തിൽ ഉറപ്പാക്കുക തന്നെ വേണം. വളരെയധികം നന്ദി അതിഥികൾക്ക്.